ഫോമുല മിൽക്ക് നമ്മൾ കൊടുക്കുമ്പോഴേക്കും വാട്ടർ ഇതിനെ മാറ്റി നിർത്തിയിട്ട് വന്നിട്ട് വീഡിയോ പറയാം, ബാക്കി പറയാം ഇതിന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹായ്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ഫോമുല മിൽക്കിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചിട്ടാണ്. ഫോമുല മിൽക്ക് കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ ഇത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോമുല മിൽക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഞ്ഞിനെ നല്ല രീതിയിൽ ബാധിക്കും, കുഞ്ഞിൻ്റെ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോമുല മിൽക്ക് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് എത്രത്തോളം നമ്മൾ വെള്ളം എടുക്കണം, എത്രത്തോളം പൗഡർ എടുക്കണം, പൗഡർ കൂട്ടിയെടുത്തിട്ട് വെള്ളം കുറച്ചെടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുപോലെ വെള്ളം കൂട്ടിയെടുത്തിട്ട് പൗഡർ കുറച്ചെടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഈ രണ്ട് രീതിയിലും നമ്മൾ കൊടുക്കാൻ പാടില്ല, കുഞ്ഞിന് വളരെ ഡേഞ്ചറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോമുല മിൽക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്ത് ആറിയ വെള്ളമാണ് എടുക്കേണ്ടത്. ഇതൊരു 30 ml വാട്ടർ ഉണ്ട്. ഇതിനകത്തേക്ക് ഒരു സ്കൂപ്പ്, അതായത് 30 ml വാട്ടറിന് ഒരു സ്കൂപ്പ് പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. പൗഡർ എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൗഡർ ഇതിപ്പോൾ കൂടുതലും എടുക്കരുത്, കുറവും എടുക്കരുത്, ഈ ഒരു രീതിയിൽ എടുക്കുക. അതായത് ഈ സ്കൂപ്പിന് കറക്റ്റ് അളവിൽ നമ്മൾ എടുക്കുക പൗഡർ. 30 ml വാട്ടറിന് ഒരു സ്കൂപ്പ് എന്ന് പറയുന്ന അളവിലാണ്. ഇപ്പോൾ ലാക്ടോജനാണ് അവന് കൊടുക്കുന്നത്. ലാക്ടോജനിൽ അങ്ങനെയാണ് 30 ml ഒരു സ്കൂപ്പ്, ആ ഒരു രീതിയിലാണ് നമുക്ക് അളവ്. ഓരോ ഫോമുല മിൽക്കിലും അത് എത്ര ml വാട്ടറിൽ എത്ര സ്കൂപ്പ് പൊടി ഇടണമെന്നുള്ളത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ 30 ml തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്കൂപ്പ്, ആ സ്കൂപ്പ് ഇതുപോലെ വടിച്ചെടുക്കണം. വടിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ കട്ടയൊന്നും പാടില്ല, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളുടെ ബോട്ടിലിൽ അത് ഒഴിക്കുക. ഇതിപ്പം ഞാൻ ഗ്ലാസ് ബോട്ടിലാണ് അവന് യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് ബോട്ടിൽ ആകുമ്പോഴേക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ചും കൂടി നല്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പൊട്ടിപ്പോകാതെ നോക്കുക. പക്ഷേ ഗ്ലാസ് ബോട്ടിലാണ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ടിനി നമുക്കിത് ബേബിക്ക് കൊടുക്കാം. അപ്പോൾ ഓരോ ബേബിക്കും എന്താ പറയുക, പാല് എത്ര എമൗണ്ട് വേണമെന്നുള്ളത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ചില കുട്ടികൾ നല്ല രീതിയിൽ പാൽ കുടിക്കുന്നവരുണ്ടാവും, ചില കുട്ടികൾ അത്രയും കൂടുതലുണ്ടാവില്ല. അപ്പം നമ്മൾ ഇത് എടുക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ എത്ര കുടിക്കുന്നു അതനുസരിച്ചിട്ട് നമ്മൾ എടുക്കാവുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള പാല് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഒരിക്കലും കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല. ഒരു 1 അവറും നമ്മൾ കൊടുക്കേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഒരു ½ ആൻ അവറിനുള്ളിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത മിൽക്ക് കൊടുത്ത് തീർക്കണം. അതല്ലാതെ വെച്ചിരുന്നിട്ട് പിന്നെ കൊടുക്കരുത്. അത് ആ മിൽക്ക് ഡാമേജ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കുഞ്ഞിന് കൊടുക്കരുത്. കുഞ്ഞിന് കൊടുക്കുന്നതിന് ജസ്റ്റ് മുന്നും നമ്മൾ പാല് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ കൊടുക്കുന്ന ലാക്ടോജൻ, ഇപ്പോൾ അവന് 6 month ആയപ്പോഴേക്കും ഞാൻ ലാക്ടോജൻ 2 ആണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം എൻ്റെ മോളുടെ പരിപാടിയാണ് ഇതൊക്കെ തുളച്ചിട്ടിരിക്കുന്നത്. അവൾ പെൻസിൽ വെച്ച് കുത്തിയതാണ് കേട്ടോ ഇത്. അപ്പോൾ അതെ, എല്ലാ മിൽക്ക് പൗഡറിൻ്റെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് എത്ര മില്ലി വാട്ടറിൽ എത്ര പൗഡർ എടുക്കണമെന്നുണ്ടാവും. ഇതിൻ്റെ അകത്ത് ഈ ഒരു പോർഷനിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ മോളിത് കുത്തി വരച്ചിട്ടുകൊണ്ട് കറക്റ്റായിട്ട് കാണത്തില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന, നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവില്ല, അപ്പം നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ എത്ര സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്, ഇത്ര സ്കൂപ്പ് ഇത്ര മില്ലി വാട്ടറിൽ കൊടുക്കണം എന്നുള്ളതും എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതൊക്കെ അതാത് ഫോമുല മിൽക്കിൻ്റെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കുഞ്ഞിന് പാല് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. തന്നെ കൂടുതൽ വാട്ടറിൽ നമ്മൾ കുറച്ച് പൊടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് എല്ലാ ന്യൂട്രിയൻസും അതിൽ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ കൂടുതൽ പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുറുകി കൊടുക്കരുത്. കുഞ്ഞിൻ്റെ കിഡ്നി മെച്ചുവേർഡ് അല്ലാത്തത് കൊണ്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽട്രേഷൻ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കില്ല. കിഡ്നി ഡാമേജ് ആവാനായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. കിഡ്നി ഡാമേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയും കൊടുക്കരുത്. അപ്പോൾ
ആയതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളിത് ശ്രദ്ധിച്ചിരിക്കണം. അതല്ലാതെ ചുമ്മാ സീരിയസ്നെസ് ഇല്ലാതെ വെറുതെ കുറച്ച് വെള്ളം എടുത്തിട്ട് കലക്കി അങ്ങനെ ഒരിക്കലും കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക്. ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ വേണം നമ്മൾ ഫോർമുല മിൽക്ക് പ്രിപ്പയർ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാനിടാം. പിന്നെ അതുപോലെ നിങ്ങൾ കമൻസിൽ പറഞ്ഞാൽ മതി ഈ കുഞ്ഞുങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഫുഡിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്ത് വീഡിയോസ് ആണെങ്കിലും കുഞ്ഞുങ്ങൾ റിലേറ്റഡ് വീഡിയോസ്, ബ്യൂട്ടി ടിപ്സ് എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ ഞാൻ അതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് നിങ്ങൾ കാണുന്നത് മാത്രം പോരാ, നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൺ കാണുന്നുണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു ഓൾ, ടേക്ക് കെയർ.